നല്ല എരിവോട് കൂടിയിട്ടുള്ള ചിക്കൻ മക്കറോണിയാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. നല്ല സ്പൈസി ആയിട്ട് നല്ല രുചിയുള്ളൊരു മക്കറോണി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മുളകിൻ്റെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഇവിടെ 1/4 കിലോഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്ത് വെക്കുക. പിന്നെ വേണ്ടത് മക്കറോണിയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2.5 കപ്പ് മക്കറോണിയാണ്. അതായത് നമ്മൾ വേവിക്കുന്നതിന് മുന്നേ 2.5 കപ്പാണ് എടുത്തത്. അതിനുശേഷം ഇത് നന്നായിട്ട് വേവിച്ചിട്ട് ഇതുപോലെ വെള്ളം കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിനറിലിട്ട് വെക്കുക. വേവിക്കുന്ന സമയത്ത് ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ പരസ്പരം ഒട്ടിപ്പിടിക്കാതെ നമുക്ക് മക്കറോണി വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ വേവിച്ച് എടുത്തു വെച്ച മക്കറോണിയാണിത്. അപ്പോൾ നമുക്കിനി ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. ആദ്യം ഒരു പാൻ വെച്ചിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലാണ് ഇതിന് നല്ലത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുന്ന സമയം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്കൊരു 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്തിട്ട് ഒരു 2 മിനിറ്റെങ്കിലും കുറഞ്ഞത് ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റുക. ചിക്കൻ്റെ കളറ് മാറിയിട്ട് നല്ലൊരു വെള്ള കളറായിട്ട് വരണം. ഈ പിങ്ക് കളറൊന്ന് മാറി വരണം. അതുവരെ നന്നായിട്ട് വഴറ്റുക. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കൻ നല്ല വെള്ള കളറാകുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ചിക്കനിൽ നിന്നും കുറേ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ ചിക്കൻ ഇവിടെ അടച്ചു വെക്കാം. എന്നിട്ട് ചെറിയ തീയിൽ ഒരു 7-8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും. ഞാനിതിവിടെ അടച്ചു വെച്ചിരിക്കുകയാണ്. ഈ സമയം കൊണ്ട് നമുക്ക് വെജിറ്റബിൾസ് ഒന്ന് വാട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് സ്പ്രിംഗ് ഓണിയൻ്റെ വെള്ള ഭാഗം, അതായത് താഴെയുള്ള വെള്ള ഭാഗം കട്ട് ചെയ്തത് 1 ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എണ്ണയിലേക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സ്പ്രിംഗ് ഓണിയൻ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. സവാള ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കൂടുതൽ ബ്രൗൺ കളറൊന്നും ആവാൻ നിൽക്കണ്ട. നന്നായിട്ടൊന്ന് വാടി വന്നാൽ മാത്രം മതി. സവാള വഴറ്റുന്നതിൻ്റെ ഇടയിൽ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. സവാള ഇപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഉപ്പ് ചേർത്തിട്ട് ഒന്നുകൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു ക്യാപ്സിക്കം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുക. ക്യാപ്സിക്കം ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. കൂടുതൽ വെന്ത് അലിയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് വെന്ത് വരണം. ക്യാപ്സിക്കം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വരെ സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ കളറിലുള്ള, അതായത് പച്ച കളറിലുള്ള ഭാഗം ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ സ്പ്രിംഗ് ഓണിയൻ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇതിന് പകരം മല്ലിയില ചേർത്താലും മതിയാവും. സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ മല്ലിയില ചേർക്കുക. സ്പ്രിംഗ് ഓണിയൻ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ നേരത്തെ അടച്ചു വെച്ച ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വരെ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് രണ്ടും കൂടി ഇതിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം സോസ് ചേർത്തിട്ട് മിക്സ് ചെയ്യാൻ, എങ്കിൽ നല്ല രുചി ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർക്കാം. എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച മക്കറോണി ഇതിലേക്ക് ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം. മസാല മക്കറോണിയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ആവശ്യമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനൊരല്പം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുകയാണ്. ഇതിൽ ഉപ്പ് കുറവായിരുന്നു, ഒരല്പം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയനും
അതേപോലെ ഒരു പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ മക്കറോണി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. വളരെ ഈസിയാണ്. ഇപ്പോൾ കണ്ടില്ലേ എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയത്. അത്രയും ഈസിയും ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ മക്കറോണി റെസിപ്പിയാണ്. കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ മുളകിൻ്റെയൊക്കെ അളവ് കുറച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും ഒന്നും മറക്കരുത്. നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്